താജ്മഹൽ ലോകത്തെ വിസ്മയിച്ച പ്രണയ സ്മാരകത്തിൻ്റെ ചരിത്രം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് താജ്മഹലാണ്. എന്നാൽ ഇത് വെറുമൊരു കെട്ടിടമല്ല, പ്രണയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അധികാരത്തിൻ്റെയും കലാസൗന്ദര്യത്തിൻ്റെയും കഥയാണ്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് താജ്മഹലിൻ്റെ യഥാർത്ഥ ചരിത്രമാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുംതാസ് മഹലിനെ അതിയായി സ്നേഹിച്ചിരുന്നു. മുംതാസ് മഹൽ രാജാവിൻ്റെ ഭാര്യ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വസ്ത ഉപദേഷ്ടാവായിരുന്നു. നിരവധി യാത്രകളിലും യുദ്ധങ്ങളിലും അവർ രാജാവിനൊപ്പമുണ്ടായിരുന്നു. ദുഃഖകരമായ സംഭവം 1631 14-ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് ഇടയിൽ മുംതാസ് മഹൽ അന്തരിച്ചു. ഭാര്യയുടെ മരണത്തിൽ ഷാജഹാൻ തകർന്നുപോയി. ലോകം കണ്ടില്ലാത്ത ഒരു സ്മാരകം അവൾക്കായി നിർമ്മിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1632 താജ്മഹലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. വെള്ള മാർബിൾ പ്രധാനമായും മാക്രാനിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇന്ത്യക്ക് പുറമെ പേർഷ്യ, തുർക്കി, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും നിർമ്മാണത്തിൽ പങ്കെടുത്തു. താജ്മഹൽ പൂർത്തിയാക്കാൻ ഏകദേശം 22 വർഷമെടുത്തു. 1653 പ്രധാന നിർമ്മാണം പൂർത്തിയാക്കി. അന്നത്തെ കാലത്ത് ഇതിന് ചെലവായത് ഏകദേശം 32 ദശലക്ഷം മുഗൾ രൂപയാണ് എന്ന് ചരിത്രക്കാർ കണക്കാക്കുന്നു. താജ്മഹലിൻ്റെ പ്രത്യേകതകൾ: മുഴുവൻ വെള്ള മാർബിളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഖുറാനിലെ വാക്യങ്ങൾ മനോഹരമായ കാലിഗ്രാഫിൽ കൊത്തിയിട്ടുണ്ട്. ചുമരുകളിൽ വിലപിടിപ്പുള്ള കല്ലുകൾ പതിച്ചിട്ടുണ്ട്. 4 മിനാരങ്ങളും ചെറിയ തോതിൽ പുറത്തേക്ക് ചെരിഞ്ഞുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂകമ്പമുണ്ടായാൽ പ്രധാന ശവകുടീരത്തിന് മുകളിലേക്ക് വീഴാതിരിക്കാനാണ് ഈ രൂപകൽപ്പന. കറുത്ത താജ്മഹലിൻ്റെ കഥ: ഷാജഹാൻ തൻ്റെ ശവകുടീരത്തിനായി കറുത്ത മാർബിളിൽ മറ്റൊരു താജ്മഹൽ നിർമ്മിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു എന്നൊരു കഥ പ്രചാരത്തിലുണ്ട്. എന്നാൽ ഇതിന് വ്യക്തമായ ചരിത്ര തെളിവുകളും ഇല്ല. ഇതൊരു ജനപ്രിയ കഥയായി മാത്രമാണ് പലരും കാണുന്നത്. ഷാജഹാൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസേബ് അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തെ ആഗ്ര ഫോർട്ടിൽ തടവിലാക്കി. അവിടെ നിന്ന് ജീവിതാവസാനം വരെ അദ്ദേഹം താജ്മഹലിനെ നോക്കിക്കൊണ്ടിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. 1666 ഷാജഹാൻ മരിച്ചപ്പോൾ അദ്ദേഹത്തെയും മുംതാസിനെയും അരികിൽ താജ്മഹലിൽ തന്നെ സംസ്കരിച്ചു. താജ്മഹൽ വെറും പ്രണയത്തിൻ്റെ പ്രതീകം മാത്രമല്ല, അതൊരു ചരിത്രവും അതുല്യമായ വാസ്തുവിദ്യയും മനുഷ്യന്മാരുടെ കരകൗശല മികവും ചേർന്ന ഒരു അത്ഭുതമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, അറിയിക്കുക. കൂടുതൽ ചരിത്രപരമായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.